ഇവിടെയുള്ള സമരസമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ ചോദിച്ചത് അവരോടൊപ്പം ഞാൻ കിടക്കണോ എന്നാണ്. മരണം വരെ അവര് വിളിച്ചാൽ മരണം വരെ ഉപവാസം കിടക്കാൻ ഞാൻ തയ്യാറാണ്. അവരുടെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതല്ല. എന്നാൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ 7 ദിവസമാണ് ഇവിടെ നിരാഹാരം കിടന്നതെങ്കിൽ, ഞാൻ എന്നെ മാധ്യമപ്രവർത്തകർ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാലയളവ് വരെ, മരണം വരെ ഞാൻ കിടക്കാൻ തയ്യാറാണ്. പക്ഷെ അവർ വിളിക്കണം. അപ്പം അതുകൊണ്ട് അമ്മമാരെന്താ പറഞ്ഞത്? അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഞങ്ങൾക്ക് വേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നീതിയാണ്, ശമ്പളമാണ്, ആനുകൂല്യമാണ്. എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാൻ സാധിക്കാത്തത്? ഇവിടെ എല്ലാ സൗകര്യങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നിയമസഭയ്ക്കകത്തുള്ളവരുടെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവർ സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. 700 രൂപ ഈ പാവപ്പെട്ട അമ്മമാർക്ക് കൂലി കൊടുക്കാൻ അവരുടെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? ആശാ പ്രവർത്തകർക്ക് എത്ര രൂപ കൊടുക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തിനും സാധിക്കാത്തത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാവർത്തികമാക്കിയില്ലെങ്കിലും വല്യേട്ടനും അനിയേട്ടനുമായിട്ട് ഇവിടെ ശ്രീമാൻ വി ഡി സതീശനും ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഒരുമിച്ച് കൂടി ഈ പാവങ്ങളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്. അവരല്ലേ നിയമസഭയിലുള്ളത്? എത്ര MLA മാരുണ്ട് കോൺഗ്രസിന്? ഞങ്ങൾ ചോദിക്കട്ടെ, പാലക്കാട് മുനിസിപ്പാലിറ്റി പറഞ്ഞതുപോലെ ഞങ്ങൾ ഭരിക്കുന്ന മുത്തോലി പ്രദേശത്തെ ഞങ്ങളുടെ നേതാക്കന്മാർ, അവിടെ ഇരിക്കുന്ന മെമ്പർമാർ, അവിടെ ഇരിക്കുന്ന അധികാരികൾ, അവർ പറഞ്ഞതുപോലെ ഇവിടത്തെ കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പാലിറ്റികൾ, അവർ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ കേരളത്തിലുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആശാ വർക്കേഴ്സിന് ഞങ്ങൾ ഭരിക്കുന്ന ഭരണസമിതിക്കകത്ത് ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി എടുത്തതുപോലെ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ഭരണസാരഥ്യമുള്ള നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യവും ഈ സമൂഹത്തിന്റെ മുന്നിൽ വെക്കാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്.